പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മളിന്ന് ഇംഗ്ലീഷ് കൂടി പഠിക്കുന്നുണ്ടല്ലോ. ഇംഗ്ലീഷിൽ നമുക്കറിയാവുന്ന പോലെ രണ്ട് ഭാഗങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാകുന്നത്, കമ്പ്യൂട്ടർ ഒഴികെ മറ്റു വിഷയങ്ങൾക്കൊക്കെ രണ്ട് ഭാഗം. ഒരു വർക്ക് ബുക്കിന്റെ ഭാഗമുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗം. അതില് ടെക്സ്റ്റ് ബുക്കിനോട് അനുബന്ധിച്ച് വർക്ക് ബുക്കും പോകേണ്ടതുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ വർക്ക് ബുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാൻ കഴിയില്ല. എന്നാലും ഇത് പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇതിന്റെ ബാക്കിയായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോ അതില് പേജ് നമ്പർ 14 വർക്ക് ബുക്കിന്റെ പേജ് നമ്പർ 14 ബിഹൈവ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ആക്ടിവിറ്റി 5 ആയിട്ട് വരുന്നു. വളരെ ഈസിയാണ്. ഇത് ഇവിടെ ഒരു റെഡ് സ്കൂട്ടർ ഉണ്ട്, അതിനോട് ചേർത്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. റെഡ് സ്കൂട്ടർ അതിനോട് ചേർത്ത് വരച്ചു. ഇവിടെ നമുക്ക് റെഡ് എന്ന് വായിക്കാൻ അറിയാം, RED, റെഡ്. പിന്നെ സ്കൂട്ടർ, അപ്പൊ സ്കൂട്ടർ SCOOTER, സ്കൂട്ടർ, റെഡ് സ്കൂട്ടർ. അപ്പൊ അതിനകത്ത് നമ്മൾ വരച്ചു കൊടുക്കണം. പിന്നീട് ജീപ്പ് ഇവിടെ ഫസ്റ്റ് കാണുന്നുണ്ട്. വാട്ട് ഇസ് ദ കളർ ഓഫ് ദിസ് ജീപ്പ്? ഗ്രീൻ. നമ്മൾ ഗ്രീൻ ജീപ്പാണിത്. അത് എവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഗ്രീൻ എന്ന് എഴുതുമ്പോ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ഗ്രീൻ, ജി അല്ലെ? ജി ആണ്. നോക്കാം ഇവിടെ ജി ഉണ്ടോ ഇല്ല. ഇത് ആദ്യം വരച്ചിട്ടുണ്ട്. ഇത് ജി ആണോ? അല്ല, BLU ആണ്. അത് വേറെ ആണ് വഹിക്കുന്നത്. ഇതാ ഇവിടെ ജി, ഗ്രീൻ ജീപ്പ്. അപ്പോ ഇതില് ജീപ്പ് എന്ന് തന്നെയാണോ? ബാക്കി ജീപ്പ്, JEEP, നമുക്കറിയാം ജീപ്പാണ്. അപ്പൊ ഗ്രീൻ ജീപ്പ്. നമ്മൾ സ്കെയിലൊക്കെ എടുത്ത് ഈ ജീപ്പിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ദാ ഇങ്ങനെ വരച്ചു. ഞാൻ റെഡ് എടുത്തല്ലേ, നമുക്കത് ഞാൻ ഇതാക്കട്ടെ. അപ്പോ അങ്ങനെ വരച്ചു. ജീപ്പിന്റെ അവിടെ നിന്ന് ഗ്രീൻ ജീപ്പിലേക്ക് വരച്ചു. പിന്നീട് അത് കഴിഞ്ഞു സ്കൂട്ടർ, റെഡ് സ്കൂട്ടർ ഇവിടെ ഉണ്ട്, അത് വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബൈസിക്കിൾ ഉണ്ട്. നമ്മൾ സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട്, ബൈസിക്കിൾ രണ്ട് ചക്രം ഉണ്ടാകുന്നതാണ് ബൈസിക്കിൾ എന്ന് പറയുന്നത്. ബൈസിക്കിളിന്റെ കളർ എന്താണ്? കളർ എന്ന് പറയുമ്പോ ഈ ഒരു ഫ്രെയിമിനെ നമുക്ക് നോക്കാൻ കഴിയും. പിന്നെ ചക്രയിലുള്ളൂ ഫ്രെയിം. വാട്ട് ഇസ് ദിസ് കളർ? യെസ്, ബ്ലാക്ക്. ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് എഴുതുമ്പോ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ലെറ്റർ ബി. ബി ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ബി ഇവിടെ ഉണ്ട് ഒരു ബി, ഇവിടെ ഉണ്ട് ഒരു ബി. അപ്പൊ ഇതിൽ ഏതാ ബ്ലാക്ക്? ബ്ലാക്ക് എന്ന് പറയുമ്പോ BL ഉണ്ടാവും. BL, എന്നുള്ള സൗണ്ട്. ഇവിടെ ഉണ്ട് എല്ല്, ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടാനുള്ള എന്താണ്? K ഉണ്ടോ എന്ന് നോക്കാം. ഇതില് K ഉണ്ട്, ഇതില് K ഇല്ല. ആ ബ്ലാക്ക്. ഈ ബൈസിക്കിൾ എഴുതിയതോ? BICYCLE, BICYCLE, അതാണ് ബൈസിക്കിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബ്ലാക്ക് ബൈസിക്കിൾ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കും. ബ്ലാക്ക് ബൈസിക്കിൾ. സ്കെയിൽ വെച്ച് വരക്കാം കേട്ടോ. ഇനി അടുത്ത ആള് ഇത്, വാട്ട് ഇസ് ദിസ് കളർ? യെസ്, ഈസ് ബ്ലൂ അല്ലേ? ബ്ലൂ ആണ്. ആൻഡ് ദിസ് ഇസ് എ വെഹിക്കിൾ. ഇതിനും 2 വീൽസ് ആണുള്ളത്. 2 വീൽസ് ഉണ്ട്. 2 വീൽസ് ഉള്ളതിൽ ഇപ്പൊ നമ്മള് സ്കൂട്ടർ കണ്ടു, ബൈസിക്കിൾ കണ്ടു. ഇത് അടുത്തത് ബൈക്ക്, മോട്ടോർ ബൈക്ക് ആണ്. വാട്ട് ഇസ് ദ കളർ ഓഫ് ദിസ് ബൈക്ക്? യെസ്, ബ്ലൂ. ഇനി ഇതിൽ ബ്ലൂ ഇത് തന്നെ ഉള്ളൂ അല്ലെ? BLUE, ബ്ലൂ. എളുപ്പമുള്ള സ്പെല്ലിംഗ് ആണ് ബ്ലൂവിൻ്റെതും റെഡിൻ്റെതും. RED, റെഡ്. BLUE, BLUE, ബ്ലൂ. പിന്നെ മോട്ടോർ ബൈക്ക്, MOTORBIKE. KE ഉണ്ട് കേട്ടോ, അവസാനം ഒരു E ഉണ്ട് ലാസ്റ്റ്.
സോ ബ്ലൂ മോട്ടോർ ബൈക്ക് വരക്കാം അല്ലേ? എവിടുന്ന് വരക്കുക? സീറ്റ് മുന്ന് വരക്കണോ, ലൈറ്റ് മുന്ന് വരക്കണോ, ഹാൻഡിൽ മുന്ന് വരക്കണോ, എവിടുന്ന് വരക്കാം? ഞാൻ സീറ്റ് മുന്ന് വരക്കട്ടെ. ഇതിൻ്റെ അവിടുന്ന് നേരെ പോയിട്ട് ബ്ലൂ മോട്ടോർ ബൈക്ക്, ബ്ലൂ മോട്ടോർ ബൈക്ക്, ബ്ലൂ മോട്ടോർ ബൈക്ക്. ഇതിന് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ ഒന്ന്, റെഡ് എന്നുള്ളത് കുട്ടിക്ക് സ്പെല്ലിംഗ് അടക്കം അറിയണം. RED, റെഡ്. പിന്നെ ഇവിടെ സ്കൂട്ടർ ഉണ്ട്, അതും വായിക്കാൻ അറിയണം. സ്പെല്ലിംഗ് അടക്കം പഠിക്കേണ്ട വിഷയങ്ങളാണ്. SSCOOTER, സ്കൂട്ടർ. സ്കൂട്ടർ എന്നുള്ളതും നമുക്ക് അറിയണം. പിന്നെ കളർ, അടുത്ത കളർ ഏതാണ്? ബ്ലൂ. ബ്ലൂ എന്നുള്ള കളറ് കുട്ടിക്ക് അറിയണം. BLUE, ബ്ലൂ. പിന്നെയോ മോട്ടോർ ബൈക്ക്. ബൈക്ക് എന്നെങ്കിലും കുട്ടിക്ക് വായിക്കാൻ കഴിഞ്ഞിരിക്കണം. മോട്ടോർ ബൈക്ക് എന്നൊക്കെ ചില കുട്ടികൾക്കൊക്കെ വായിക്കാൻ കഴിയും. ബൈക്ക് എന്നെങ്കിലും വായിക്കാൻ കഴിഞ്ഞിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് സാധ്യതയുള്ളത് കളറുകൾ ഏതായാലും സ്പെല്ലിംഗ് അടക്കം ചോദിക്കും. പിന്നെ ബൈക്ക് എന്നുള്ളത് ഒരു പക്ഷേ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പോർട്ടലിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ. എന്നാലും നമ്മൾ പഠിച്ചു വെക്കാം. ബൈക്ക്, BIKE, മോട്ടോർ ബൈക്ക്, MOTOR, മോട്ടോർ ബൈക്ക്, ബൈക്ക്. അതാണ് ഇതിലൊരു പ്രയാസമുള്ള സ്പെല്ലിംഗ് എനിക്ക് തോന്നിയത്. മോട്ടോർ ബൈക്കിന്റെ മാത്രമാണ്. അതെന്താ അങ്ങനെ വന്നു ആവോ? നമ്മൾ കുറെ നേരം പഠിച്ചാൽ ചിലപ്പോൾ ഈസി ആവുമായിരിക്കും. ആദ്യമൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു, പിന്നെ ഞാൻ കുറെ വട്ടം വായിച്ചപ്പോൾ എനിക്കിത് ഈസി ആയി മാറി. മോട്ടോർ ബൈക്ക്, MOTOR, മോട്ടോ, BIKE, ബൈക്ക്, മോട്ടോർ ബൈക്ക്. അങ്ങനെ. ഇനി ഗ്രീൻ ജീപ്പ്. ഗ്രീൻ എന്നുള്ളത് നമ്മൾ അറിയുന്നതാണ്. ഗ്രീൻ ലീഫ് ഒക്കെ നമുക്കറിയാം. ഗ്രീൻ, GREEN. പിന്നെ ജീപ്പിന് അതേപോലെ JEEP, ജീപ്പ്. ജീപ്പിന്റെ സ്പെല്ലിങ്ങും കാറിന്റെ സ്പെല്ലിങ്ങും എളുപ്പമുള്ള സ്പെല്ലിംഗ് ആണ് അല്ലെ? ബസ്സിന്റെ അതേപോലെ. ഇത് ഗ്രീൻ, ഗ്രീൻ കളർ ഇവിടെ ഉണ്ട്. ജീപ്പിന്റെ കളർ ഗ്രീൻ ആണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്രീൻ ജീപ്പ്. അങ്ങനെ. ബ്ലാക്ക് ബൈസിക്കിൾ. ബ്ലാക്ക് ബൈസിക്കിൾ. ഇവിടെ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് നമുക്ക് അറിയാവുന്ന കളർ തന്നെയാണ്, പക്ഷെ എഴുതുമ്പോ BLACK, ബ്ലാക്ക്. പിന്നെ ബൈസിക്കിൾ, BICYCL, 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 ബൈസിക്കിൾ, ബൈസിക്കിൾ. സോ ഇതാണ് നമുക്കിതിൽ ചെയ്യാൻ. ഇവിടെ രക്ഷിതാക്കൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന വർക്കുകൾ ഞാനൊന്ന് പറയാണ്. അതായത് ഈ വാഹനങ്ങളുടെ പേര്, വാഹനങ്ങളുടെ ചിത്രം രണ്ടും രണ്ടാക്കി വെച്ചതിന് ശേഷം തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി, അതായത് ബൈക്ക് എന്ന് എഴുതിയ, മോട്ടോർ ബൈക്ക് എന്ന് എഴുതിയ കടലാസ് ബൈക്കിന്റെ മുകളിലേക്ക് വെക്കുക, ജീപ്പ് ജീപ്പിന്റെ മുകളിലേക്ക്, അങ്ങനെ പല വാഹനങ്ങൾ. ഒരു സാധാരണ നമ്മൾ റോട്ടിൽ കാണുന്ന വാഹനങ്ങളൊക്കെ മതി, അല്ലാതെ പ്രയാസപ്പെട്ട വാഹനങ്ങളൊന്നും വേണ്ട. ഒരു 5-6 വാഹനത്തിന്റെ പേരൊക്കെ കുട്ടി ഇപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിച്ചാൽ മതി. കുറെ വേണ്ട, എളുപ്പമുള്ള വാഹനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ നമുക്ക് കുറെ വാഹനങ്ങൾ ഇതിന്റെ മേലത്തെ പേജിലുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ കുറെ വാഹനങ്ങളുണ്ട്. ജീപ്പ്, ബൈക്ക്, വാൻ ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, ബസ് ഉണ്ട്, അതേപോലെ ബൈക്ക് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറെ എഴുതിയിട്ടുണ്ട്. ബസ്, ബൈസിക്കിൾ, സ്കൂട്ടർ, ട്രെയിൻ, എയറോപ്ലെയിൻ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, അങ്ങനെ കാർ, ലോറി, ബോട്ട്, വാൻ, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിത്രങ്ങള് ഒരു ഭാഗത്ത്, അതായത് ഒന്നുകിൽ വെട്ടിയെടുക്കാം, അതല്ലെങ്കിൽ വരക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനോട് ഈ പേര് എഴുതി വെച്ചത് മാച്ച് ആക്കി
എടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ പേര് വെക്കുന്നു, അതിലേക്ക് കുട്ടിക്കാരുടെ ചിത്രം വെക്കുന്നു, കുറച്ചു വേണ്ടി ചിത്രം വെക്കുന്നു, അതിലേക്ക് പേര് വെക്കുന്നു. തുടക്കത്തിൽ സ്പെല്ലിംഗ് ഒന്നും കുട്ടിക്ക് അറിയില്ല, എന്നാലും തുടക്കത്തെ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ മാത്രം നോക്കിയിട്ടാണ് കുട്ടികൾ അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാം. മറ്റൊന്ന് കളർ തിരിച്ചറിയലാണ്. കളർ കുട്ടികൾക്ക് പറയാൻ അറിയും, പക്ഷെ സ്പെല്ലിംഗ് ഒന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ അത് പറഞ്ഞു പഠിക്കണം. റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് പിന്നെയും വരുന്നുണ്ട് കളറുകളെല്ലാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കളറുകളും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കളറുകൾ ഇതേപോലെ നമുക്ക് സ്പെല്ലിംഗ് അടക്കം പഠിക്കേണ്ട, സ്പെല്ലിംഗ് പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. ഇത് കോപ്പി പുസ്തകത്തിൽ എഴുതി പഠിക്കലാണ് സാധാരണ ചെയ്യാറുള്ളത്, ആവർത്തിച്ച് എഴുതി പഠിക്കലാണ്. തൽക്കാലം നമുക്ക് കോപ്പി പുസ്തകം റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് ഇത്രയും ഇതിൽ പറഞ്ഞ് പഠിക്കാം. വൈറ്റും മറ്റും ഒക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ നോക്കാം. അതാണ് ഇവിടെ ഈ വർക്ക്ഷീറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഈ കളറുകൾ കോളം വൈസ് ആയിട്ട് എഴുതിയിട്ട് താഴെ താഴെ എഴുതിയിട്ട് ആവർത്തിച്ച് എഴുതി അതിന്റെ സ്പെല്ലിംഗ് അടക്കം പഠിക്കലാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം വാഹനങ്ങളുടെ ചിത്രം, പിന്നെ വാഹനങ്ങളുടെ പേര്, അത് തമ്മിൽ കുറെ വട്ടം മാച്ച് ആക്കുക. അങ്ങനെ മാച്ച് ആക്കി കുട്ടിക്ക് തിരിച്ചറിയുന്നുണ്ട് എന്ന് ഉറപ്പായാൽ ഇംഗ്ലീഷിന്റെ പുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിൽ വാഹനത്തിന്റെ ചിത്രം ഒട്ടിക്കുക. ഒട്ടിക്കാൻ കഴിയാത്ത ആളുകൾ വരക്കാം. അതായത് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല, കടയിൽ പോയി കൊണ്ടുവരാൻ കഴിയുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ വരക്കാം. അങ്ങനെ വരക്കാം, എന്നിട്ട് അതിന്റെ താഴെ അതിന്റെ പേരും എഴുതി വെക്കാം. അപ്പോ സ്കൂട്ടർ വെച്ച് റെഡ് കളർ തന്നെ കൊടുക്കണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മറ്റു കളർ കൊടുക്കാം. ഇനി ഒരു ബ്ലൂ സ്കൂട്ടറാണ് ഒരാൾ വരക്കുന്നത് എങ്കിൽ ബ്ലൂ സ്കൂട്ടർ എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. സൈക്കിളിന് ഒരാൾ ഗ്രീൻ കൊടുത്തു, അപ്പോൾ ഗ്രീൻ ബൈസിക്കിൾ എന്നാണ് എഴുതേണ്ടത്. ജീപ്പിന് യെല്ലോ കൊടുത്തു, യെല്ലോ നമ്മളിവിടെ പഠിച്ചിട്ടില്ല. ഇനി മറ്റേതെങ്കിലും കളർ കൊടുത്തു, അപ്പൊ അങ്ങനെയെങ്കിൽ ആ കളറാണ് എഴുതേണ്ടത്. ഇതിൽ പറയുന്ന അതേ കളർ തന്നെ എഴുതേണ്ട കാര്യം ഇല്ല, അത് വായിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോ നോട്ട് പുസ്തകത്തില് കോപ്പി ആയിട്ട്, അതായത് ആ താഴെ താഴെ പട്ടികപ്പെടുത്തി ടാബിളാക്കി എഴുതേണ്ടത് റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, ഇങ്ങനെ 4 കോളങ്ങൾ. അത് ആവർത്തിച്ച് സ്പെല്ലിംഗ് പറഞ്ഞ് എഴുതണം. ഇപ്പൊ റെഡ് എഴുതുമ്പോ RED, റെഡ്, RED, റെഡ് എന്നിങ്ങനെ എഴുതണം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എഴുതുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ താഴെ കുറെ എഴുതി, പിന്നെ കുറെ ഇങ്ങനെ എഴുതി പോകും, പിന്നെ ഡി ഇങ്ങനെ എഴുതി പോകും. അങ്ങനെ എഴുതരുത്, അത് വലിയ ദ്രോഹമാണ്. അങ്ങനെയല്ല. RED, റെഡ്. ബ്ലൂ എന്നാണ് BLUE, ബ്ലൂ. GREEN, ഗ്രീൻ. BLACK, ബ്ലാക്ക്. ഇങ്ങനെ തന്നെ എഴുതി ആവർത്തിച്ച് എഴുതി പഠിക്കണം. പിന്നെ കോപ്പി ബുക്കിൽ ഒരു പേജിൽ എഴുതിയാൽ മതി, പക്ഷെ നമുക്കത് സ്പെല്ലിംഗ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് റഫ് ബുക്കിലോ അല്ലെങ്കിൽ സ്ലേറ്റിലോ ഒക്കെ എഴുതി സ്പെല്ലിംഗ് പഠിക്കേണ്ടതുണ്ട്. എനിക്ക് കുട്ടി സമർപ്പിക്കേണ്ടത് ഇതിൽ 2 ഭാഗങ്ങളാണ് ഇംഗ്ലീഷിൽ. ഒന്ന് റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് എന്ന് നോട്ട് പുസ്തകത്തിൽ ആവർത്തിച്ചെഴുതി, എന്നിട്ട് അതിന്റെ സ്പെല്ലിംഗ് അടക്കം വായിച്ചു തരിക. അതിന്റെ വീഡിയോ ഇടുക. ആദ്യം എഴുതിയതിന്റെ ഫോട്ടോ ഇടുക, ശേഷം അതിന്റെ വീഡിയോ. പിന്നെ മറ്റൊന്ന് വാഹനങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിക്കുന്നു, അതിന് നേരെ അതിന്റെ പേരും താഴെ എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് വിടുക, ശേഷം അത് വായിക്കുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്യുക. അതേ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇത് കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് നിങ്ങളെ കൊണ്ട് എത്തിച്ചാൽ എത്തുക എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാത്സിലും അത്യാവശ്യം വർക്കുണ്ട്, പിന്നെ ഇംഗ്ലീഷിലും കൂടെ ആകുമ്പോൾ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം.